ഏവർക്കും HSS ടൈംസിന്റെ പുതിയ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് +2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ പ്രാക്ടിക്കൽ സംബന്ധമായ ടോപ്പിക്കുകളാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രാക്ടിക്കൽസിന്റെ 14ാമത്തെ ക്ലാസ്സാണ്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെയായിട്ടും HSS ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ ടോപ്പിക് ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. 14ാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, DB മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ 13ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് മെത്തേഡ് ആയിട്ടുള്ള ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരിട്ട് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോകാം. ദ സെക്കൻഡ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ ഈസ് diminishing balance method. It is also known as written down value method. ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആണ്. അതിൻ്റെ മറ്റൊരു പേര് ഇതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ദ ബുക്ക് വാല്യൂ ഓഫ് ദ അസറ്റ്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് അസറ്റിന്റെ ബുക്ക് വാല്യൂവിന്റെ മുകളിലാണ്. ഓരോ വർഷം കഴിയുമ്പോഴും ബുക്ക് വാല്യൂ കുറഞ്ഞു വരും. അപ്പൊ മെഷീന്റെ വാല്യൂ കുറയുന്നതിന് ആനുപാതികമായിട്ട് ഡിപ്രീസിയേഷൻ എമൗണ്ട് കൂടെ കുറച്ചു കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ് ഡിമിനിഷിംഗ് ബാലൻസ്, റിട്ടേൺ ഡൗൺ വാല്യൂ. സിൻസ് ബുക്ക് വാല്യൂ കീപ്സ് ഓൺ റെഡ്യൂസിംഗ് ബൈ ദ ആനുവൽ ചാർജ് ഓഫ് ഡിപ്രീസിയേഷൻ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ്. നമ്മൾ ഓരോ വർഷവും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റിന്റെ ബുക്ക് വാല്യൂ കുറഞ്ഞു വരികയും ആ കുറഞ്ഞു വരുന്ന വാല്യൂവിന്റെ മുകളിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിനാൽ ഈ മെത്തേഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ്. ക്ലിയർ? ഇപ്പോൾ സ്ക്രീനിനകത്ത് ചെറിയൊരു എക്സാമ്പിൾ കാണാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് ഈസ് 2 lakh ആൻഡ് ഡിപ്രീസിയേഷൻ ചാർജ് ഈസ് 10% per annum. ഒരു അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയും 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ജസ്റ്റ് മാനുവൽ ആയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഫസ്റ്റ് ഇയർ ഡിപ്രീസിയേഷൻ ഒരു സംശയമില്ല, ഇവിടെ ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. 20 lakh ആണ്. ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഇവിടെ വന്നിട്ടുണ്ട്, ഒരു 0 എക്സ്ട്രാ വന്നിട്ടുണ്ട്, അതൊന്ന് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. 20 lakh എന്ന് വന്നിട്ടുണ്ട്, അത് 2 lakh ആയിട്ട് കൺസിഡർ ചെയ്യുക. 2 lakh into 10 divided by 100, അതായത് 2 ലക്ഷത്തിന്റെ 10%, 20,000 രൂപ. രണ്ടാമത്തെ ഇയർ നോക്കുക. സെക്കൻഡ് ഇയർ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒറിജിനൽ കോസ്റ്റ് ആയ 2 ലക്ഷത്തിൽ നിന്നും ഫസ്റ്റ് ഇയർ ഡിപ്രീസിയേഷൻ ആയ 20,000 ഡിഡക്ട് ചെയ്തിട്ട് 1,80,000 അസറ്റ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതിനുശേഷം ആ 1,80,000ന്റെ 10% സെക്കൻഡ് ഇയർ ഡിപ്രീസിയേഷൻ ആയിട്ട് നമ്മൾ 18,000 രൂപയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസിയുടെ തിയററ്റിക്കൽ ആസ്പെക്ട് ആണ് ഇതൊക്കെ. ഓരോ വർഷവും ഡിപ്രീസിയേഷൻ എമൗണ്ട് റെഡ്യൂസ് ചെയ്ത് വരുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ WDV മെത്തേഡ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്നുകൂടി ഇതിനെ വിളിക്കാറുണ്ട്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതിന്റെ സിന്റാക്സ് കൂടെ ഒന്ന് ജസ്റ്റ് നമുക്ക് പരിചയപ്പെട്ടതിന് ശേഷം പോകാം. ഇൻ സ്പ്രെഡ്ഷീറ്റ്, DB function is used to calculate depreciation under diminishing balance or return down value method. സ്പ്രെഡ്ഷീറ്റിനകത്ത് അത് ലിബർ ഓഫീസ് കാൽക്ക് ആയാലും MS Excel ആയാലും നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദ ഡിപ്രീസിയേഷൻ അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, ദ നെയിം ഓഫ് ദ ഫംഗ്ഷൻ യൂസ്ഡ് ഈസ് DB ഫംഗ്ഷൻ. തിയറി ക്വസ്റ്റ്യനും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. ഇറ്റ് സിന്റാക്സ് ഈസ്, സ്ക്രീൻ നോക്കുക, ഈക്വൽ ടു DB കോസ്റ്റ്, സാൽവേജ്, ലൈഫ്. ഇത് മൂന്നും നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഡിപ്രീസിയേഷനിൽ പഠിച്ച കാര്യമാണ്. അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. 2 ഐറ്റങ്ങൾ കൂടെ, 2 ആർഗ്യുമെന്റുകൾ കൂടെ അതിനകത്ത് കാണാം, പീരിയഡ്, മന്ത്. ക്ലിയർ? 1 by 1 ആയിട്ട് നോക്കാം. കോസ്റ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ കോസ്റ്റ്, സാൽവേജ് എന്ന് പറയുന്നത് സ്ക്രാപ്പ് വാല്യൂ, ലൈഫ് എന്ന് പറയുന്നത് ലൈഫ് ഓഫ് ദ അസറ്റ്. അത് നമുക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൽ തന്നെ അറിയുന്ന കാര്യമാണ്. ഇനി 4ാമത്തെ ഐറ്റമാണ് പീരിയഡ്. പീരിയഡ് മീൻസ് ദ ഇയർ ഫോർ വിച്ച് ഡിപ്രീസിയേഷൻ ഇസ് കാൽക്കുലേറ്റഡ്. നമുക്ക് എത്രാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് പീരിയഡ്. ഒന്നാമത്തേതാണെങ്കിൽ 1 ആയിരിക്കും പീരിയഡ്, രണ്ടാമത്തെ വർഷമാണെങ്കിൽ 2 ആയിരിക്കും പീരിയഡ്, മൂന്നാമത്തെ വർഷമാണെങ്കിൽ 3 ആയിരിക്കും പീരിയഡ്. ആൻഡ് ദ ലാസ്റ്റ് ആർഗ്യുമെന്റ് ഇസ് മന്ത്.
number of months in the first year. മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ഒരു വർഷത്തിന്റെ ജനുവരിയിൽ തന്നെ വാങ്ങിക്കണമെന്നില്ല. നമ്മൾ ജൂലൈയിലോ മറ്റോ അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഇയറിൽ എത്ര മാസമാണോ നമ്മൾ അസറ്റ് ഉപയോഗിച്ചത് ആ മാസത്തിന്റെ എണ്ണമാണ് മന്ത് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി വെൻ അസറ്റ് ഈസ് പുട്ട് ടു യൂസ് ഡ്യൂറിംഗ് പാർട്ട് ഓഫ് ആൻ ഇയർ ഇൻ ദ ഫസ്റ്റ് ഇയർ. ആദ്യത്തെ വർഷം പകുതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും 5-ാമത്തെ മാസമോ 6-ാമത്തെ മാസമോ ഒക്കെ നമ്മൾ അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം എത്ര മാസമാണ് ഉപയോഗിച്ചത് ആ മാസങ്ങളുടെ എണ്ണമാണ് ഇവിടെ ലാസ്റ്റ് കാണുന്ന മന്ത് എന്ന് പറയുന്ന ഒരു ഐറ്റം. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. Read the question. Question number 14. A machinery was purchased on 1st April 2013 for 2 lakh rupees. 2 ലക്ഷം രൂപ കൊടുത്തിട്ട് ഏപ്രിൽ 1-ാം തീയതി ഒരു മെഷീൻ വാങ്ങിച്ചു. ഇറ്റ്സ് എസ്റ്റിമേറ്റഡ് ലൈഫ് ഈസ് 10 years. അതിന്റെ ലൈഫ് എന്ന് പറയുന്നത് 10 വർഷമാണ്. സാൽവേജ് വാല്യൂ 20,000 rupees. സ്ക്രാപ്പ് വാല്യൂ 20,000 rupees ആണ്. അക്കൗണ്ടിംഗ് ഇയർ ഇസ് ഫ്രം 1st April to 31st March every year. അക്കൗണ്ടിംഗ് ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. യൂസിംഗ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഇൻ സ്പ്രെഡ്ഷീറ്റ് കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ അണ്ടർ ദ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഫോർ ദ 5th year. 5-ാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനാണ് ഡിമിനിഷിംഗ് മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? സ്റ്റെപ്പിലേക്ക് പോവാം. സ്റ്റെപ്പ് 1 ഇറ്റ്സ് വെരി ഈസി. ഓപ്പൺ ലിബർ ഓഫീസ് കാൽക്. ആപ്ലിക്കേഷൻ ഓഫീസ് ലിബർ ഓഫീസ് കാൽക്. ഇവിടെ നമ്മൾ ലിബർ ഓഫീസ് കാൽക് ഓപ്പൺ ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കുക. ഇവിടെ നമുക്ക് ടേബിൾ ഫോർമാറ്റിലൊന്നും തന്നിട്ടില്ല, കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു തന്നിരിക്കുന്ന വാല്യൂവിനെ നമ്മൾ ഒരു ടേബിൾ പോലെ നമ്മൾ റീഎൻറ്റർ ചെയ്യുന്നു. എൻറ്റർ ദ ലേബൽസ് ആൻഡ് വാല്യൂസ് ആസ് ഗിവൺ ബിലോ. ഈ ചോദ്യത്തിൽ നിന്നും കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ താഴെ ടൈപ്പ് ചെയ്യാം. A1-നകത്ത് പർച്ചേസ് കോസ്റ്റ്, അതായത് 2 ലക്ഷം രൂപ. A2-കകത്ത് സാൽവേജ് വാല്യൂ, A3-കകത്ത് ലൈഫ് ഇൻ ഇയേഴ്സ്, A4-ൽ പീരീഡ്, A5-നകത്ത് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഞാൻ ഡാറ്റ എൻ്റർ ചെയ്യുന്നു. A1-നകത്ത് എൻ്റർ ചെയ്യുന്നത് പർച്ചേസ് കോസ്റ്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഡാറ്റ എൻ്റർ ചെയ്യുന്നു. B4 എന്ന സെല്ലിനകത്ത് പീരിയഡ് ആയിട്ട് 5-ാമത്തെ വർഷം കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് 5 എന്നൂടെ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് 2-ൽ പറഞ്ഞിരിക്കുന്ന ഡാറ്റ ഞാൻ ഇതിനകത്ത് എൻ്റർ ചെയ്തു. എൻ്റർ ദ ലേബൽസ് ആൻഡ് വാല്യൂസ് ആസ് ഗിവൺ ബിലോ എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സ്റ്റെപ്പ് 3ലേക്ക് പോകാം. കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ ഫോർ ദ 5th year ഇൻ സെൽ B5. നമ്മൾ ഈ B5 എന്ന് പറയുന്ന സെല്ലിനകത്ത് കണ്ടുപിടിക്കുന്നത് 5-ാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷനാണ്. 5-ാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷനാണ് കണ്ടുപിടിക്കുന്നത്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ആ സെല്ലിനകത്ത് DB എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. B5 എന്ന സെല്ലിനകത്ത് നമ്മൾ ഈക്വൽ ടു DB എന്ന് ടൈപ്പ് ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കോസ്റ്റ് 2 lakh rupees, സാൽവേജ് 20,000 rupees, that is B2 സെലക്ഷൻ ചെയ്യുക, ലൈഫ് 10 years, അത് കഴിഞ്ഞിട്ടത് പീരിയഡ് ആണ്. ഫസ്റ്റ് ഇയറിൽ എത്ര മാസം ഉപയോഗിച്ചു എന്നുള്ളത് ഇവിടെ ഏപ്രിൽ 1-ന് തന്നെ വാങ്ങിച്ചത് കൊണ്ട് പീരിയഡ് എന്നൊരു ഐറ്റം ഇവിടെ ഇല്ല. ലാസ്റ്റ് ഐറ്റം ആയിട്ടുള്ള മന്ത് നമ്മൾ ചെറിയൊരു മാറ്റം, ചെറിയൊരു തെറ്റുപറ്റിപ്പോയി. നെക്സ്റ്റ് 4-ാമത്തെ ആർഗ്യുമെന്റ് വരുന്നത് പീരിയഡ് ആണ്. പീരിയഡ് വരുന്നത് എത്രാമത്തെ വർഷത്തെ കണ്ടുപിടിക്കേണ്ടത് എന്നതാണ്. എനിക്ക് പറഞ്ഞത് മാറിപ്പോയതാണ്, ക്ഷമിക്കുക. പീരിയഡ് വരുന്നത് എത്രാമത്തെ വർഷത്തെ, നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ 5-ാമത്തെ വർഷം എന്ന് പറഞ്ഞിട്ടുണ്ട്, 5th year എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 5 എന്ന വാല്യൂ ടൈപ്പ് ചെയ്തിരിക്കുന്ന B4 എന്ന സെല്ല് സെലക്ട് ചെയ്തു. മന്ത് ഇവിടെ ഇല്ല, കാരണം ഏപ്രിൽ 1-ന് തന്നെയാണ് നമ്മൾ അസറ്റ് വാങ്ങിച്ചത്. അപ്പോൾ ആ വർഷം കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ വർഷം 12 മാസങ്ങൾ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മന്ത് എന്നത് ഇവിടെ ഇല്ല, അത് ഓപ്ഷണൽ ആയതുകൊണ്ട് തന്നെ B4 വരെ ടൈപ്പ് ചെയ്തിട്ട് അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ 2 ലക്ഷം രൂപ വിലയുള്ള 20,000 സാൽവേജ് വാല്യൂ ഉള്ള 10 വർഷം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന അസറ്റിന്റെ 5-ാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരം വരുന്നത് 16,374 രൂപ 92 പൈസയാണ്. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം. പ്രൊസീജിയർ ഔട്ട്പുട്ട് പരിശോധിക്കുക. 16,374 രൂപ തന്നെയാണ് നമുക്ക് ഇവിടെയും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരം
എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കേണ്ടത്. പരീക്ഷയ്ക്ക് എന്തായാലും വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിപ്രീസിയേഷൻ അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഈ ഒരു ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഉപകാരപ്രദമായ ഈ ക്ലാസ് മറ്റു വിദ്യാർത്ഥികളിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. താങ്ക് യു.